ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ജീവിപ്പിക്കുന്ന വചനത്തിൻ്റെ മുമ്പിൽ വീണ്ടും നമുക്ക് ചേർന്നിരിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? കാറ്റിനാൽ ഉലയുന്ന ഓട. ഒരു വാക്യം കൂടെ വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഈ രണ്ട് വാക്യങ്ങളെ അടിസ്ഥാനമാക്കി അല്പനേരം ദൈവസനയിൽ ചേർന്നിരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാറ്റിനാൽ ഉലയുന്ന ഓട. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ഓട എന്ന് പറയുന്നത് വെള്ളത്തിൽ വളരുന്ന ഒരു മുള പോലുള്ള ഒരു ചെടിയാണ്. അതിനകം മുഴുവൻ പൊള്ളയാണ്, ട്യൂബാണ്. വലിയ ബലമൊന്നുമില്ല, വെള്ളത്തിൻ്റെ മുകളിൽ ഉയർന്ന് നിൽക്കും. അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു കാറ്റടിക്കുമ്പോൾ അത് അങ്ങോട്ട് ചായും, കാറ്റ് നിൽക്കുമ്പോൾ നേരെയാവും. എതിർദിശയിലേക്ക് കാറ്റടിക്കുമ്പോൾ അത് അങ്ങോട്ട് പോകും, അത് ഒടിഞ്ഞു പോവുകയില്ല. വേറെ തന്നെ പറയുന്നത്, ചതഞ്ഞ ഓട ഞാൻ ഒടിച്ച് കളയില്ല. ഒടിഞ്ഞു പോകില്ല, ചതയത്തേ ഉള്ളൂ. അപ്പോൾ കർത്താവ് വാസ്തവത്തിൽ പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു പ്രകൃതത്തെക്കുറിച്ചാണ്. കാറ്റിനാൽ ഉലയുന്ന ഓടയ്ക്ക് സമം. വീണ്ടും നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണുന്നുണ്ട്, കാറ്റടിച്ച് അലയുന്ന കടൽത്തിര. കടൽത്തിര എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു തിര ആഞ്ഞടിക്കും, അത് പുറകോട്ട് പോകും, വീണ്ടും അടിക്കും, അതിങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രിസ്തീയ ജീവിതത്തിനകത്തെ സ്ഥിരതയില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഇതിവിടെ പ്രതിപാദിക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ്റെ ചിന്താഗതികളും കാഴ്ചപ്പാടുകളും സമർപ്പണങ്ങളും മാറുന്നു. നാം സാധാരണ കാണാറുള്ളൊരു കാര്യമാണ് ഈ ആത്മീയമായുള്ള ചാഞ്ചാട്ടം. വ്യക്തമായ ഒരു ഉറപ്പോ ധാരണയോ ഇല്ലാതെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ചിന്താഗതികൾ മാറുന്നു. ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും ദൈവം ദുഃഖിക്കുന്ന ഒരു കാര്യം അതാണ്. കൃത്യമായൊരു കാഴ്ചപ്പാടോ കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ലാതെയുള്ള മനുഷ്യ ജീവിതം. നമ്മൾ ജനിക്കുന്നു, നമ്മൾ പല സാഹചര്യത്തിൽ വളരുന്നവരാണ്. സാഹചര്യങ്ങളൊക്കെയും മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ശരിയാണ്. അതാണ് ഒരു കഴിഞ്ഞ കാലം എന്ന് പറയുന്നത്. അറിയായ്മയുടെ കാലം എന്ന് വേറെ അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ട്. അറിയാൻ പാടില്ല, എങ്ങനെ ജീവിക്കണം എന്നറിയാൻ പാടില്ല, എങ്ങനെയാണ് ജീവിതം ക്രമീകരിക്കേണ്ടത് എന്നറിയാൻ പാടില്ല. ചിലക്കൊക്കെ ചില പ്രിൻസിപ്പിളൊക്കെ ഉണ്ട്. തെറ്റ് ചെയ്യുകയില്ല, ആരെയും ഉപദ്രവിക്കുകയില്ല, കഴിയാവുന്നതും നന്നായിട്ട് ജീവിക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതാണെന്ന് പറയത്തക്ക ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. അറിയായ്മയുടെ കാലങ്ങൾ എന്തും ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, അത് സാഹചര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും, മാതാപിതാക്കന്മാരുടെ ജീവിതം ഇൻഫ്ലുവൻസ് ചെയ്യും, പരിസരത്തിലുള്ളവരുടെ കൂട്ടുകാരുടെ ജീവിതം ഇൻഫ്ലുവൻസ് ചെയ്യും. പല കാരണം കൊണ്ടും മനുഷ്യ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവൻ ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, അറിയായ്മയുടെ കാലങ്ങളൊന്നും ഞാൻ കണക്കിടുന്നില്ല. അതെങ്ങനെ ആയിക്കോട്ടെ, ഏത് സാഹചര്യമാണേലും, എത്രമാത്രം ജീവിതം തകർന്നതാണെങ്കിലും, എത്രമാത്രം പിശാചിന് ഇടം കൊടുത്തതാണെങ്കിലും, ഇറിപ്പയറബിൾ നമുക്ക് തോന്നിയാലും, അത് ഇനി എൻ്റെ കാര്യം ശരിയാകില്ല, എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് മാറാൻ പറ്റിയില്ലെന്ന് മനുഷ്യൻ ചിന്തിച്ചാലും വ്യക്തമായിട്ട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ മാറ്റിമറിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേട്ട ശേഷം ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ്, എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്, ഈ ആത്മാവിൻ്റെ അവസ്ഥയിൽ നിന്നും എനിക്കൊരു മാറ്റം സംഭവിക്കുമോ എന്ന് സംശയിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം ഏത് മനുഷ്യനെ ഒരുപോലെ വിളിക്കുന്നു, നല്ലവരെയും ചീത്തവരെയും ഒരുപോലെ. നമുക്കറിയാം, രാജാവ് കല്യാണ സദ്യക്ക് വിളിക്കുമ്പോൾ വഴിയിൽ കണ്ട നല്ലവരെയും ചീത്തവരെയും ഒക്കെ വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് അവിടെ യാതൊരു വ്യത്യാസം കൊടുക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം എല്ലാവർക്കും ഒരുപോലുള്ളതാണ്. ഏത് സാഹചര്യമാണെങ്കിലും അവർ ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിയുമ്പോൾ ഒരു വലിയ സത്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെയല്ല എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ. ഒരു ആത്മാവ് എനിക്കുണ്ട്. എൻ്റെ ആത്മാവ് ഏതോ ഒരു വലിയ ശക്തിക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും പിശാചിൻ്റെ അടിമനോകത്തിലാണ്. തെറ്റ് ചെയ്യാനായിട്ട് പ്രേരണ തരുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. എത്ര നല്ലവരാണെങ്കിലും
എത്ര ആഠ്യത്വമുള്ളവരാണെങ്കിലും, എത്ര വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും, എത്രമാത്രം ഉന്നതമായ പദവിയുള്ളവരാണെങ്കിലും അവരുടെ ആളത്വം പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരാളത്വമാണ്. തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ, തെറ്റിലേക്ക് പോകുന്നതിന് അവർ മൗന അനുവാദം കൊടുക്കുകയും ചെയ്യും. അത് നോർമലാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവവചനം പറയുമ്പോൾ, ദൈവവചനം കേട്ട് കഴിയുമ്പോൾ, ശരിയായ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ഭയാനകമാണ്. എന്നിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വലിയ ദുഷ്ടനായ പിശാചാണ് കയറിയിരിക്കുന്നത്. അതാണ് എന്നെ നിയന്ത്രിക്കുന്നത്. എൻ്റെ ആത്മാവ് ബന്ധനത്തിലാണ്. ദൈവമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും എനിക്കില്ല എന്ന് സത്യം തിരിച്ചറിയുമ്പോഴാണ് ഇതിനൊരു പരിഹാരം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനത്തെ കൂടെ നമുക്ക് കിട്ടും. നിനക്കൊരു രക്ഷയുണ്ട്. ഈ പ്രശ്നത്തിൽ നീ ഇങ്ങനെ കഴിയേണ്ട കാര്യമില്ല. നീ സമാധാനമില്ലാത്തൊരവസ്ഥയ്ക്കൊരു പരിഹാരമുണ്ട്. നിനക്ക് രക്ഷപ്പെടാം. നിന്റെ ബന്ധനം നിനക്ക് തന്നെ അഴിക്കാൻ പറ്റും. നിന്നെ ഞാൻ സഹായിക്കും. ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഞാൻ നിന്നെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നയിക്കും. സമാധാനമുള്ള ജീവിതം ഞാൻ നിനക്ക് തരും എന്നുള്ള വചനം നാം കേൾക്കുന്നു. അവിടെയാണ് ദൈവവചനത്തിൻ്റെ പ്രസക്തി. ദൈവവചനം കേൾക്കുന്നത് ആത്മീയ പരിജ്ഞാനം വർദ്ധിപ്പിക്കാനല്ല, ആരെങ്കിലും പഠിപ്പിക്കാനുമല്ല. സ്വന്തം അവസ്ഥ ശരിയായി മനസ്സിലാക്കിയിട്ട്, ഞാനും ദൈവമായിട്ടുള്ള ബന്ധം ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട്, ഇന്ന് കടന്നുപോയി ഞാൻ സ്വർഗരാജ്യം എത്തുകയില്ലെന്നുള്ള വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നു. ക്രൂശിലേക്ക് നമ്മളെ വചനം നയിക്കുന്നു. ക്രൂശിൽ പെടഞ്ഞു മരിച്ച ക്രൂശിൻ്റെ ചുവട്ട് യേശുക്രിസ്തുവിൻ്റെ കാൽപാദത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. അവിടെയാണ് രക്ഷ. അവിടെയാണ് നമ്മുടെ ബന്ധനം അഴിയുന്നത്. അവിടെയാണ് എനിക്ക് പാപക്ഷമയുള്ളത്. അവിടെയാണ് ഞാൻ പുതിയ സൃഷ്ടിയാകുന്നത്. അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരുമ്പോൾ നമ്മുടെ ആളത്വം മാറും. നമുക്ക് അസാധ്യമായ സകല കാര്യങ്ങളും നമുക്ക് സാധിച്ചു തരുന്നു. എന്നാൽ അതൊരു ഘട്ടം. ഈ ഒരു കാര്യം ആദ്യസ്നേഹം എന്നൊക്കെ പറയാം, വീണ്ടെടുപ്പെന്നൊക്കെ പറയാം, മാനസാന്തരം എന്നൊക്കെ പറയാം. ഇതെല്ലാം സ്വാഭാവികമായും മിക്കവർക്കും ഒക്കെ ലഭിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ കുറെ കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വിശ്വാസ സ്ഥിരത ഇല്ലാണ്ടായി പോകുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് ആദ്യസ്നേഹം നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നു. പഴയ സ്വഭാവങ്ങളെല്ലാം കയറി വരുന്നുണ്ട്. അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നമ്മുടെ യുക്തി കൊണ്ടോ, നമ്മുടെ ബലം കൊണ്ടോ, ശക്തി കൊണ്ടോ, പ്രാർത്ഥന കൊണ്ടോ, തീരുമാനം കൊണ്ടോ ഒന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാണ്ട് വരുന്നു. അവിടെയാണ് ഈ വചനത്തിൻ്റെ പ്രസക്തി. നമ്മൾ സാഹചര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നമ്മൾ തന്നെത്താൻ നമ്മളൊരു ന്യായീകരണം കണ്ടെത്തുന്നുണ്ട്. ഒരു പരീക്ഷത്ത് നമ്മുടെ ഉള്ളത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ശരിയായ പാതയിലൂടെ പോകാൻ മനസ്സില്ലാതെ, അത് കുറച്ച് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. കർത്താവ് പറഞ്ഞ് എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെത്താൻ ത്യജിക്കണം, ക്രൂശ് എടുക്കണം, എൻ്റെ പിന്നാലെ വരണം, എല്ലാം സഹോദരങ്ങളെയും സഹോദരിമാരെയും ഭാര്യയും മക്കളെയും എല്ലാം വെറുക്കണം, എല്ലാം വിട്ട് അങ്ങനെയുള്ളൊരു കാര്യം പറയുമ്പോഴാണ് അതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത്. അത് കഠിനമുള്ള കാര്യമാണ്. അത് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. നമ്മൾ വാസ്തവത്തിൽ ദൈവത്തെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലോകകാര്യങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്. എന്നാൽ ദൈവം കാണുന്നത് അങ്ങനെയല്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പരിപാടിയുണ്ട്. ആ പരിപാടി നിവർത്തിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് സാധാരണ മനുഷ്യന് മനസ്സില്ല. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, ദൈനംദിന ജീവിത കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മളുടെ പ്രകൃതങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തീരുമാനവും സമർപ്പണവും എല്ലാം ആവിയായി പോകുന്നൊരവസ്ഥ നമുക്കറിയാം. യോഗത്തിന് വരുന്നത് നല്ലതാണ്, ദേവാലയങ്ങളിൽ പോകുന്നത് നല്ലതാണ്. അവിടെ ഇരിക്കുമ്പോഴെല്ലാം നമുക്ക് ഒരു നല്ല ഒരു ഭാവമുണ്ട്. നമ്മൾ തികച്ചും നല്ല ആത്മീയരാണ്. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നമ്മൾ തികഞ്ഞവരാണ്. എല്ലാം ശരിയാണ്. വചനം കേൾക്കാനൊക്കെ നല്ല താല്പര്യമുള്ളവരാണ്. വചനത്തിന് വരികയും ചെയ്യും. അവിടെ വെച്ച് എല്ലാ തീരുമാനം എടുക്കുകയും ചെയ്യും. അതാണ് ഇതിനകത്തെ രസം. അവർ പുതിയ തീരുമാനമൊക്കെ എടുക്കുകയും ചെയ്യും. പക്ഷേ അടിസ്ഥാനമില്ലാത്ത തീരുമാനമാണ്. ക്രിസ്തുവിനെ കണ്ടിട്ടുള്ള തീരുമാനമല്ല, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാനുള്ള തീരുമാനമല്ല, ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കാനുള്ള തീരുമാനമല്ല. അത് പാറമേൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതമല്ലാത്തത് കൊണ്ട് എന്തു പറ്റും? സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ നല്ലവരാണ്, ആത്മീയരാണ്, ആത്മീയ ഭാവം നമുക്കുണ്ട്. നമ്മൾ വേലയിൽ സജീവമായിരിക്കാം, നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിലെല്ലാം നമുക്കൊരു നല്ല പേര് കിട്ടും. നമ്മൾ ആത്മീയരാണ് നമുക്ക് തന്നെ താൻ തോന്നും. പക്ഷേ ദൈനംദിന ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ പഴയ സ്വഭാവം അതുപോലെ തന്നെ നിൽക്കുന്നു. പാരമ്പര്യമായി നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വഭാവമെല്ലാം അതുപോലെ തന്നെ നിൽക്കുകയാണ്. അത് മാറ്റാനുള്ള ഒരു തൻ്റെ ഇടം വേണം, ഒരു ധൈര്യം വേണം, ഒരു കാര്യപ്രാപ്തി വേണം. അത്രമാത്രം ക്രൂശിലെ സ്നേഹം നമ്മളെ നിർബന്ധിക്കാതിരിക്കണം. സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ അതിനൊന്നും വലിയ ഗൗരവം കൊടുക്കാൻ തയ്യാറല്ല, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാനുള്ള സമർപ്പണം നമുക്കില്ല.
ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക എന്ന് പറയുന്നത് അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കർത്താവ് പറയുന്നില്ലേ, എൻ്റെ വചനപ്രകാരം നിങ്ങളെന്ന് ജീവിക്കണം, നിങ്ങൾ എൻ്റെ വചനത്തെ അനുസരിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് വരണം എന്ന് പറയുമ്പോഴാണ് നമ്മളെല്ലാം ഇടറുന്നത്. അത്രയൊന്നും വേണ്ട. എന്തേ കാര്യം എന്നറിയാമോ? അടിമനസ്സിൽ കിടക്കുന്നത് ലോകമാണ്. അടിമനസ്സിൽ കിടക്കുന്നത് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ ആസ്വദിക്കണം എന്നുള്ളതാണ്. അടിമനസ്സിൽ കിടക്കുന്നത് സ്വന്തം ഇഷ്ടം നടക്കണം എന്നുള്ളതാണ്. ഇത് വിടാൻ മനസ്സിലാത്തതുകൊണ്ട് എന്തു പറ്റും? സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളവരെ കൊണ്ട് കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. യാക്കോബ് ലേഖനം പറയുന്നുണ്ടല്ലോ, വല്ലാതെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടത് നിങ്ങൾ വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. നമ്മുടെ പ്രാർത്ഥന എന്താണ്? വല്ലാത്ത യാചനയാണ്, വല്ലാത്ത യാചന. കാരണം ദൈവത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത യാചന. ദൈവം പറഞ്ഞിട്ടുള്ള നിന്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നിൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, പക്ഷെ നീ എൻ്റെ വചനം അനുസരിക്കണം, നീ എൻ്റെ പിന്നാലെ വരണം, ഞാൻ നിനക്ക് എന്തു ചെയ്തുവെന്ന് നീ തിരിച്ചറിവുള്ളവനായിരിക്കണം. ഞാൻ ചെയ്ത എന്താണ് സാധാരണ മനുഷ്യരൊന്നും മനസ്സിലാക്കുന്നില്ല. സ്വർഗം മനുഷ്യന് വേണ്ടി ചെയ്ത കാര്യം എന്താണ്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ഒരു പിതാവുണ്ട്. പിതാവിൻ്റെ സ്നേഹമാണ് ഏറ്റവും വലുത്. മനുഷ്യജാതി രക്ഷപ്പെടണമെന്ന് പിതാവ് അതുപോലെ ആഗ്രഹിക്കുന്നു. മനുഷ്യജാതി ഈ പിശാചിൻ്റെ ബന്ധനത്തിൽ കഴിഞ്ഞ് ഭൂമിയിലോ സമാധാനമില്ല, കടന്നു ചെന്നാലോ നരകയാതന മാത്രമായിരിക്കും. ഇത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് മനുഷ്യനെ എങ്ങനെയും രക്ഷപ്പെടുത്താൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് യാഗമൃഗത്തെ പോലെ കൊല്ലാൻ വിട്ടുകൊടുത്തത്. ഈ സ്നേഹം എത്ര പേർ അറിയുന്നുണ്ട്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ്. ഞാൻ ആരുമല്ലാതെ കഴിഞ്ഞപ്പോൾ, ബന്ധനത്തിൽ കഴിഞ്ഞപ്പോൾ, ശാപത്തിൽ കഴിഞ്ഞപ്പോൾ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, എന്തോരം ബന്ധനമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, യാതൊരു കാര്യവുമില്ലാതെ പിശാച് വലിച്ചഴച്ചുകൊണ്ട് പോയൊരു ജീവിതം എനിക്ക് മനസ്സുമായിരുന്നു. പാപം ചെയ്യാൻ എനിക്ക് മനസ്സായിരുന്നു, പാപം ചെയ്യാൻ എനിക്ക് സന്തോഷമായിരുന്നു, ആ സുഖം ആസ്വദിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പിശാചിനെ ശരിക്ക് വരിഞ്ഞു മുറക്കി പാപം ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടവനായി, പാപത്തിൽ രസം കണ്ടെത്തുന്നതിനെ മാത്രം നോക്കി, ക്രിസ്തുവിലേക്ക് നോക്കാൻ കഴിയാത്തവനായി, രക്ഷയിലേക്ക് നോക്കാൻ കഴിയാത്തവനായി, ആത്മാവിൻ്റെ കാര്യം അല്പം പോലും ചിന്തിക്കാൻ കഴിയാത്തവനായി വലിയ കിടന്ന ഒരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെയാണ് ദൈവം എന്നോട് പറഞ്ഞ, മകനെ നീ നശിക്കണ്ട, നീ നശിക്കണ്ട, നിനക്ക് ഞാൻ സ്വർഗരാജ്യം തരാമെന്ന് പറഞ്ഞത്. എന്നെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തിയപ്പോൾ ഇത്രമാത്രം എന്നെ സ്നേഹിക്കാൻ ഞാൻ ആര്, എന്നെ കരുതാൻ ഞാൻ ആര്? എൻ്റെ വീട്ടിലോ എൻ്റെ പാരമ്പര്യത്തിലോ ആരും വിശുദ്ധന്മാരില്ല, ആരും ദൈവവേലക്കാരില്ല, ആരും ദൈവത്തിന് വേണ്ടി ജീവിതം വർദ്ധിച്ചവരില്ല. അവരാരും വചനം കേട്ടവരല്ല, ഈ രക്ഷയുടെ വചനം കേട്ടവരല്ല, യേശുക്രിസ്തുവിൻ്റെ മാധുര്യമേറിയ ശബ്ദം കേട്ടവരല്ല, യേശുക്രിസ്തു ക്രൂശിലേക്ക് മാടി വിളിക്കുന്നവരാരും കേട്ടിട്ടില്ല. എനിക്കാണ് ദൈവം ഭാഗ്യം തന്നത്. എനിക്ക് ദൈവത്തോട് കടപ്പാടില്ലേ? എനിക്ക് ദൈവത്തോട് കാര്യമില്ലേ? എനിക്ക് ദൈവത്തെ തള്ളിക്കളയാൻ പറ്റുമോ? എൻ്റെ ദൈവത്തെ മറുതലിച്ച് എനിക്ക് പോകാൻ പറ്റുമോ? ലോകം തരാത്ത സമാധാനം കൊണ്ട് അവൻ എന്നെ നിറച്ചവനാണ്. എനിക്ക് ചെയ്തത് എൻ്റെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വലിയ വലിയ കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലും എൻ്റെ ദൈവം കൃപയാൽ തന്ന ആയുസ് നീട്ടിത്തന്നുകൊണ്ട് മാത്രമാണ്. വലിയ മാരരോഗത്തിൻ്റെ മുമ്പിൽ ഞാൻ തകർന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മകനെ നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് നിൻ്റെ മരണക്കിടക്ക മാറ്റിവരിക്കുകയാണ്. എനിക്ക് ഈ ബന്ധനം അഴിക്കാൻ പറ്റും, ഈ രോഗസൗഖ്യം തരാൻ എനിക്ക് കഴിയും. നീ നിൻ്റെ ജീവിതം നല്ല കാലത്ത് എനിക്ക് തന്നുകൊണ്ട് എനിക്ക് നിന്നോട് കടപ്പാടുണ്ട്, എനിക്ക് നിന്നോട് കാര്യമുണ്ട്. നീ എനിക്ക് വേണ്ടി നിൽക്കുക, ഞാൻ നിന്നെ മാനിക്കും, ഞാൻ നിന്നെ ആദരിക്കും. സ്തോത്രം. എൻ്റെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാൻ കൊതിയാണ്. എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൊതിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നു. അതിന് നീ വിശുദ്ധമായൊരു പാത്രമായി നിന്നേ പറ്റുകയുള്ളൂ. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ സാധ്യമല്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകരെ ലോകത്തിലേക്ക് ഇറങ്ങുകയാണ്, ലോകത്തിൻ്റെ പിന്നാലെ പോവുകയാണ്, ലോക സുഖങ്ങളുടെ പിന്നാലെ പോവുകയാണ്. അതൊന്നും സാരമില്ലെന്നാ ചിന്തിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിശാച് മനുഷ്യനിൽ വ്യാപരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകവും സമ്പത്തുമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ അറിയുന്നില്ല ലോകമാണ് എന്നെ ഭരിക്കുന്നത്, അത് പിശാചിൻ്റെ കെണിയാണെന്ന് അറിയുന്നില്ല. സുഖഭോഗങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ അത് സാരമില്ല, ദൈവം അനുഭവിച്ചു വന്നിരിക്കുന്നതെന്നൊക്കെ മനുഷ്യൻ പറയും. അല്ല പ്രിയരെ, ദൈവം തരുന്ന സുഖമാണ് സുഖം, ദൈവം തരുന്ന സന്തോഷമാണ് സന്തോഷം, ദൈവം തരുന്ന സമാധാനവും സാന്നിധ്യവുമാണ് ഏറ്റവും വിലപ്പെട്ടത്. അവിടെ ലോകത്തിന് യാതൊരു കാര്യവുമില്ല, ലോകസുഖത്തിന് യാതൊരു കാര്യവുമില്ല. അവിടെ
ദൈവം തരുന്ന സ്നേഹവും സമാധാനവും സന്തോഷവും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നമ്മുടെ ഇഷ്ടം നടക്കാതെ വരുമ്പോൾ നമുക്ക് മടുപ്പ് വരും. എൻ്റെ പ്രിയരെ, എന്താ കാര്യം എന്നറിയാമോ? നമ്മുടെ ഇഷ്ടം നടക്കണം നമ്മൾ അപ്പോഴും ആഗ്രഹം വെക്കുകയാണ്. അതാണ് കാറ്റിനാൽ ഉലയുന്ന ഓടയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. എൻ്റെ ഇഷ്ടപ്രകാരം ഒരു ആത്മീയം, എൻ്റെ ഇഷ്ടപ്രകാരം ദൈവം എനിക്ക് ചെയ്തു തരണം, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യം നടക്കണം. ഓരോരുത്തരങ്ങനെ പറയുകയാണ്. ദൈവത്തെ ആരും മാനിക്കുന്നില്ല. എൻ്റെ പിന്നാലെ വന്നാൽ ഞാൻ നിൻ്റെ സകല കാര്യങ്ങളും നോക്കിക്കൊള്ളാം, ഞാൻ നിൻ്റെ കരം പിടിച്ചുകൊള്ളാം, നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ ആ വചനം സ്വീകരിക്കാൻ മനുഷ്യന് മനസ്സല്ല. അവൻ്റെ ഇഷ്ടപ്രകാരം ആത്മജീവിതം നയിക്കണം. അവൻ്റെ കാര്യങ്ങളൊക്കെയും സാധിക്കണം. അവൻ്റെ ഇഷ്ടപ്രകാരം ദൈവം പ്രവർത്തിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിട്ടുപിരിയാൻ ഒരു മനസ്സുമില്ല. എനിക്കുള്ളത് യാഗപെടുത്തി വെക്കാൻ തയ്യാറല്ല. അബ്രഹാം പിതാവ് തൻ്റെ പ്രിയപ്പെട്ട ഏകജാതനായ മകനോട് അറ്റാച്ച്ഡ് ആയിരുന്നുവെങ്കിലും ദൈവം പറഞ്ഞു, നീ യാഗപീഠത്തിൽ കൊണ്ട് വെക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പ്രയാസമുള്ള കാര്യമാണ്. ഒരേ മകൻ യാഗപീഠത്തിൽ വെക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും സഹായിക്കുമോ? ഇന്നത്തെ കാലത്ത് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം എന്നോട് പറഞ്ഞാൽ ഞാനത് ചെയ്യുമോ ഇല്ലയോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ദൈവത്തെ അത്രമാത്രം സ്നേഹിക്കുകയാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. സ്തോത്രം. ആ സ്നേഹത്തിൻ്റെ അതുകൊണ്ട് മാത്രമാണ് നമുക്കനുസരിക്കാൻ പറ്റുന്നത്. ഡിറ്റാച്ച്ഡ് ആകാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അത് നിനക്ക് ബന്ധനമായി തീരും. നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റില്ല, നിനക്ക് എൻ്റെ പിന്നാലെ വരാൻ പറ്റുകയില്ല, നിനക്ക് എൻ്റെ വേല ചെയ്യാനും പറ്റുകയില്ല. നീ സകലത്തിൽ നിന്നും വിട്ടു നിന്നേ പറ്റുള്ളൂ. സാഹചര്യങ്ങൾ എങ്ങനെ വന്നാലും ശരി, നീ ആടാൻ പാടില്ല, നീ ആടി ഉലയാൻ പാടില്ല. ഒരു സാഹചര്യത്തിനോ ഒരു പ്രതികൂലത്തിനോ നിന്നെ അലട്ടാൻ പാടില്ല. കാര്യം നീ എൻ്റെ പിന്നാലെയാണ് വരുന്നത്, നീ എൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. എൻ്റെ സാന്നിധ്യമാണ് നിനക്ക് വേണ്ടത്, എൻ്റെ കൃപയാണ് നിനക്ക് വേണ്ടത്, എൻ്റെ കരമാണ് നിന്നെ പിടിക്കേണ്ടത്. അതുകൊണ്ട് നീ ലോകവുമായിട്ട് യാതൊരു കാര്യവുമില്ല. ഒന്ന് ചെറിഞ്ഞു നോക്കിയേ, നമ്മൾ ആലോചിച്ച് നോക്കിയേ. നമ്മളിങ്ങനെ ആടി ഉലയുന്നവരല്ലേ? ഒരു ഉദാഹരണം, കോപം വരുന്നു. എന്തുകൊണ്ടാണ് കോപം വരുന്നത്? ഇന്ന് അനേകർ പറയുന്നതാണ്, എനിക്ക് കോപം പെട്ടെന്ന് വരുന്നു. ആ കോപം വരുന്ന വ്യക്തിയുടെ ഭാര്യയോട് ഞാൻ ചോദിച്ചു, ഈ പുള്ളിക്കാരനെ കോപിക്കാൻ കാരണം എന്താണ്? ഭർത്താവ് പറയുന്നത് എൻ്റെ ഭാര്യ പറയുന്നത് അനുസരിക്കുന്നില്ല. ഭാര്യ എന്താ പറയുന്നത്? ഭാര്യ വ്യക്തമായിട്ട് പറയുന്നു, ഈ മനുഷ്യന് ഭയങ്കര നിർബന്ധമാണ്, പുള്ളിയുടെ ഇഷ്ടമേ നടക്കുകയുള്ളൂ, അതിനായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. എന്തേ പ്രിയരെ സംഭവിക്കുന്നത്? കോപത്തിൻ്റെ പിന്നിൽ പിശാച്. ഓരോ മനുഷ്യർക്കും ചില നിർബന്ധമുണ്ട്. ഭർത്താവ്, കടുംപിടുത്തക്കാരനായ ഭർത്താവ്, ഞാൻ പറയുന്ന എൻ്റെ ഭാര്യ അനുസരിക്കണം, ഞാൻ പറയുന്നതാണ് ശരി. അവിടെ ദൈവത്തിൻ്റെ ഹിതം ആലോചിക്കാറുണ്ടോ? ഈ വിഷയത്തിൽ എൻ്റെ ദൈവം എങ്ങനെ ആഗ്രഹിക്കുന്നു? ദൈവം ഇങ്ങനെയാണോ? ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ഹിതവും ഒരുപോലെ തന്നെയാണോ? ചിന്തിക്കുന്നില്ല, ദൈവസന്നിധി ഇരിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കുടുംബകലഹത്തിൻ്റെ കാരണം പിശാച് ജയിക്കുകയാണ്. എൻ്റെതായ നിർബന്ധങ്ങൾ ഇവിടെ കിടക്കുന്നു. കോപം വരുന്ന എന്തുകൊണ്ട്? എൻ്റെ ഇഷ്ടം നടക്കുന്നില്ല. അവിടെ ദൈവ ഇഷ്ടം ഒരു വിഷയമാണോ? എൻ്റെ ഇഷ്ടത്തിന് പകരം ദൈവ ഇഷ്ടം വന്നാൽ അവിടെ കോപം വരുമോ? വരില്ല പ്രിയരെ, കോപം വരില്ല. കോപത്തെ ജയിക്കാൻ തീരുമാനം കൊണ്ട് സാധിക്കത്തില്ല. കോപത്തെ ജയിക്കാൻ എത്ര വേഴ്സാലും സാധിക്കുകയില്ല. കോപത്തെ ജയിക്കണമെങ്കിൽ ഇത്രയായ ദൈവത്തിൻ്റെ സ്നേഹം കണ്ടെത്തണം. എന്നെ സ്നേഹിച്ചൊരു സ്നേഹം, എന്നെ കരുതിയൊരു സ്നേഹം, ഞാൻ പാപിയായിരുന്നിട്ടും എന്നെ സ്നേഹിച്ചൊരു സ്നേഹം. ആ സ്നേഹത്തിൻ്റെ കാൽപ്പാറ്റ് വന്ന്, കർത്താവേ, ഇങ്ങനെ വലിയൊരു ബന്ധനം എൻ്റെ ജീവിതത്തിലുണ്ട്, ഇതിൻ്റെ കാരണം എന്നാണ്? എൻ്റെ സ്വയമാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇല്ല, ഇനി എൻ്റെ ഇഷ്ടം നടക്കില്ല, ഇനി എൻ്റെ പ്ലാൻ നടക്കുകയില്ല, നിൻ്റെ ഇഷ്ടം മാത്രമേ എൻ്റെ ജീവിതത്തിൽ. കോപം വേരോടെ പിഴുതുപോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കോപിക്കുന്ന അനേകരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെ കാര്യമൊന്ന് മനസ്സിലാക്കുക. എൻ്റെ ഇഷ്ടം നിൽക്കുന്നുകൊണ്ടാണ് കോപം വരുന്നത്. എൻ്റെ ഇഷ്ടം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അവിടെ ആ വ്യക്തിക്കും പ്രശ്നമാണ്, കുടുംബം കലഹമാണ്, സാത്താന് കൈകൊട്ടിച്ചിരിക്കുകയാണ്. മക്കളിതല്ലേ കാണുന്നത്? അപ്പനും അമ്മയും കോപിക്കുന്നു, വഴക്കടിക്കുന്നു. ആ കുടുംബത്തിൽ നിന്ന് മക്കൾ എത്രയും വേഗം വെളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒരു പയ്യൻ അവൻ കാനഡയിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിച്ചു, മോനെ നീ എന്തിനാണ് കാനഡയ്ക്ക് പോകുന്നത്? അതോ, ഞാൻ ഒന്നാമത്തെ കാര്യം എൻ്റെ അപ്പൻ്റെ കർശന നിലപാടുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. 2, എങ്ങനെ എനിക്ക് കൂട്ടായ്മയിൽ നിന്ന് രക്ഷപ്പെടണം. ദൈവത്തിന് സ്തോത്രം. വല്ലതും പറയാൻ പറ്റുമോ എനിക്ക്? ഞാൻ എന്താ പയ്യനോട് പറയും? അപ്പൻ എന്തിനെങ്കിലും കോപിക്കുന്നത്? അപ്പൻ്റെ കർശനമായ നിലപാട്. പ്രായമുള്ള പയ്യനല്ലേ, അവനോടിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നിൽക്കുമോ? അവന് സ്നേഹം കൊടുക്കാൻ പറ്റുന്നില്ല, അവന് സ്നേഹം കിട്ടുന്നില്ല. എന്തു ചെയ്യും പ്രിയപ്പെട്ടവരെ? എനിക്കറിയാം, 2 കൂട്ടരെയും എനിക്കറിയാം. ഒരക്ഷരം എനിക്ക് മിണ്ടാൻ പറ്റില്ല. ഒന്നും അറിയാതെ ഞാൻ പറയാറുണ്ട്. ആ വ്യക്തിയോട്, അപ്പനോട് ഞാൻ പറയാറുണ്ട്, കോപിച്ചിട്ടൊന്നുമല്ല കാര്യം, കർശനമൊന്നുമല്ല കാര്യം,
ദൈവസ്നേഹം വ്യാപരിക്കണം. ആ ചെറുക്കനെ കൈകാര്യം ചെയ്യാൻ ദൈവസ്നേഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ, കോപം കൊണ്ട് സാധിക്കുകയില്ല. അവനങ്ങ് പോയി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഗതി പിടിച്ചോ? ഗതി പിടിച്ചതുമില്ല. അതാണ് വേറെ രസം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ബന്ധനം നമ്മൾ അഴിച്ചേ പറ്റുള്ളൂ. ദൈവസന്നിധിയിൽ ഇരുന്ന് കണ്ടുപിടിച്ച്, മൂലകാരണം കണ്ടുപിടിച്ച്, കർത്താവേ എന്നെ സഹായിക്കണമേ, എൻ്റെ പക്ഷത്ത് ചെയ്യാനുള്ള ഞാൻ ചെയ്യുകയാണ്, നിൻ്റെ ആത്മാവിനെ ഇറക്കിത്തരണമേ, നിൻ്റെ രക്തം എൻ്റെ മേൽ തളിക്കണമേ, ഈ ബന്ധനം മൂടോട് പറഞ്ഞു പോകണേ, ഇനിമേലാൽ ഈ ബന്ധനവുമായി, ഈ പാപം ചെയ്യുന്നവനായി നിൻ്റെ മുമ്പിൽ വന്ന് ക്ഷമ ചോദിപ്പാൻ എനിക്ക് ഇടവരല്ലേ കർത്താവേ, ദുർസാക്ഷ്യം വരല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ കഴിയും? ലോകസുഖങ്ങളിലേക്ക് ഹൃദയം പായുന്നു. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങോട്ടാണ് പോകുന്നത്? ഏകാഗ്രത കിട്ടുന്നുണ്ടോ? ഒരു ശല്യവുമില്ലാതെ ദൈവസന്നിധിയിലേക്ക് പറക്കാൻ പറ്റുന്നുണ്ടോ? ഉയരത്തോളം ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, ആയിക്കോട്ടെ, പ്രാർത്ഥിക്കുന്ന സമയത്തല്ല, നമ്മുടെ ദൈനംദിന ജോലി ചെയ്യുന്നു, തെറ്റല്ലാത്ത ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയം സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ? എന്തേ കാര്യം എന്നറിയാം? ജോലിയിലുണ്ടൊരു സുഖം, ജോലിയിലുണ്ടൊരു സന്തോഷം, അതിൽ കൂടി ഒരു സന്തോഷം, അഭിമാനം നമുക്ക് കിട്ടുന്നുണ്ട്. ബന്ധനമാണ്, കടുത്ത ബന്ധനമാണ്. ഏത് ജോലി ചെയ്താലും എൻ്റെ ഹൃദയം സന്തോഷിക്കുന്ന കർത്താവിൻ്റെ കാൽപാദങ്ങളിലാണ്, കർത്താവിൻ്റെ സാന്നിധ്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഏത് ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയം മുകളിലേക്ക് പൊങ്ങും. ദൈവത്തിന് സ്തോത്രം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു കാറ്റടിക്കുന്ന കാര്യം പറയുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ദൈവവേദനയുടെ മേൽ സ്വർഗീയ കാറ്റ് ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ കാറ്റ്. ആ കാറ്റുണ്ടെങ്കിൽ എന്തിനു പേടിക്കണം? എവിടെ പോയാൽ എന്ത്? നടക്കുമ്പോഴായാലും തന്നെ, ജോലി ചെയ്യുമ്പോഴാണ്, കാർ ഓടിച്ച് പോകുമ്പോഴാണ്, അല്ല എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ദൈവസാന്നിധ്യം നമ്മളിങ്ങനെ കൊണ്ടു നടക്കും. ദൈവത്തോടു കൂടി ജീവിക്കുന്ന എത്ര സുന്ദരമായ കാര്യമാണ്. സ്വർഗം മുഴുവൻ നമ്മുടെ പിന്നാലെ നിൽക്കുകയാണ്, ഇടതും വലുതും മാലാഖമാർ നിൽക്കുകയാണ്. ആത്മാവിൻ്റെ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകരെ ദ്രവ്യാഗ്രഹത്തിൽ വീണു പോകുന്നു. ദ്രവ്യാഗ്രഹമാണെന്ന് പോലും അറിയാൻ പാടില്ല. പണം ഉണ്ടാക്കുന്ന തെറ്റാണെന്ന് മറുചോദ്യം ചോദിക്കുന്നത്. ഒരിക്കലും തെറ്റൊന്നുമല്ല. പക്ഷേ ഈ പണം ഉണ്ടാക്കുന്നത് നീ ആർക്ക് വേണ്ടിയാണ്? നീ ഉണ്ടാക്കുന്ന പണത്തിന് യേശുക്രിസ്തുവിൻ്റെ രക്തം വീണിട്ടുണ്ടോ? ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണോ? നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ, പണം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ലോത്തിറങ്ങി പോകുന്ന പോലെയാണോ നീ പോകുന്നത്? ചിന്തിക്കണം മകനെ. നീ ഇറങ്ങിത്തിരിക്കുന്ന മുമ്പ് ചോദിക്കണം, ദൈവസന്നിധിയെ ചോദിക്കണം, കർത്താവേ എനിക്ക് അറിയാൻ പാടില്ല, ഇതിൽ പിശാച് അവകാശം പറഞ്ഞ് കയറി വരുമോ, എനിക്ക് അറിയാൻ പാടില്ല, നീ എന്നെ ഒന്ന് സഹായിക്കണമേ. എൻ്റെ ആത്മാവിന് ക്ഷതം പറ്റുന്ന കാര്യമാണെങ്കിൽ എന്നെ നീ അനുവദിക്കരുതേ കർത്താവേ, നീ തടഞ്ഞുകൊള്ളണമേ. ആ സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തരികയാണ്. പറയാൻ പറ്റുമോ? ഇല്ല പ്രിയരെ, നമ്മൾ എടുത്തിയാടി അങ്ങ് പോവുകയാണ്. ഞാൻ എന്നെ ഏറെ കാണാറുണ്ട്. കടത്തിൻ്റെ മേൽ കടമായി കഴിയുന്നവരുണ്ട്. ഈ കൂട്ടായ്മയിൽ തന്നെ അനേകരെ കടത്തിൽ കഴിയുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എടുത്തിയാട്ടം, പണമുണ്ടാക്കാനുള്ള വ്യഗ്രത, ദൈവത്തോട് ആലോചന ചോദിക്കുകയില്ല. ഒരു വിശുദ്ധ പൈതലായിട്ടല്ല ഇതിനകത്തോട്ടൊക്കെ ഇറങ്ങുന്നത്. ദൈവം വേണ്ടതെല്ലാം ചെയ്തെന്ന് പറഞ്ഞിട്ടും പോരാ, ഞാനിവിടെ ഇറങ്ങിത്തിരിക്കണം, എനിക്കും പണക്കാരനാകണം, എനിക്കും സമ്പത്ത് വേണം എന്ന് ചിന്തിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, നീ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹം നീ കണ്ടിട്ടുണ്ടോ? നീ ഒരു ആത്മീയനാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിൻ്റെ തലമുറ നശിച്ചു പോകണം നീ കാണുന്നുണ്ടോ? നിൻ്റെ മക്കൾക്ക് ഒരു കാലത്തും ദൈവസന്നിധിയിൽ കടന്നു വരാൻ സാധിക്കുകയില്ല. നീ മാറ്റപ്പെടുന്നില്ലെങ്കിൽ, വർഷങ്ങളായി രൂപാന്തരപ്പെടാൻ്റെ നീ മാറ്റം വരുന്നില്ലെങ്കിൽ നിൻ്റെ മക്കൾ എങ്ങനെ രക്ഷപ്പെടും? അതുകൊണ്ടാണ് അടുത്ത തലമുറയെക്കുറിച്ച് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം, അവർ ദൈവത്തെ കാണുമോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം, അവർ ദൈവത്തെ അറിയുമോ? അവർ ദൈവത്തിന് വേണ്ടി എല്ലാം വിടുമോ? അവർ ദൈവസന്നിധി ഇരിക്കുന്നവരായിരിക്കുമോ? ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കും അവരുടെ ദൈവത്തിൻ്റെ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുന്നു, പ്രവാചകന്മാരിൽ മികച്ചവനെന്നാണ് വേദപുസ്തകം പറയുന്നത്. പ്രവാചകനിൽ മികച്ചവനെ. എന്തേ കാര്യം എന്നറിയാമോ? അവനെ കർത്താവ് ഈ ഭൂമിയിലേക്ക് അവനെ അയച്ചപ്പോൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എൻ്റെ ജോലി. എനിക്ക് ലോകസുഖമല്ല, ലോകത്തിൻ്റെ താല്പര്യങ്ങളല്ല, ഇവിടെ കംഫർട്ടായിട്ട് ജീവിക്കുകയല്ല, ഇവിടെ ഒരു സൗധം പണിയുകയല്ല. എൻ്റെ ജോലി എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവനെ ജനത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വളരെ ലളിതമായ ജീവിതം. ആരെങ്കിലും പറഞ്ഞിട്ടാണോ? സ്നാപകയോഹന്നാൻ ജീവിതം, അവൻ മരുഭൂമിയിലായിരുന്നു. അവൻ തോൽവാർ ധരിച്ചുകൊണ്ട് ഒട്ടുക്കിളിയും തേനും ഉപയോഗിച്ചുകൊണ്ട് അവൻ ജീവിച്ചു എന്ന് പറയുന്നു. അവന് സുഖമായിട്ട് ജീവിക്കാൻ പാടില്ലേ? ഇല്ല പ്രിയരെ, സ്വയസമർപ്പണമാണ്. എൻ്റെ സ്വന്തമായിട്ടുള്ള ജീവിതമാണ്. എനിക്ക് ലോകസുഖം വേണ്ട, എനിക്ക് ലോക സൗകര്യങ്ങൾ വേണ്ട. നമ്മുടെ ഈ കാലത്ത് പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നും ജീവിക്കണം ഞാൻ പറയത്തില്ല. പക്ഷെ ജീവിക്കുന്ന കാലത്ത് എല്ലാം ഹൃദയം കൊണ്ട് വിടാൻ പറ്റും. കാറുണ്ടോ? ഉപയോഗിച്ചോളൂ. വീടുണ്ടോ? കൊള്ളാം, നല്ല കാര്യം. ജോലിയുണ്ടോ? നല്ല കാര്യം. പക്ഷെ ഹൃദയം കൊണ്ടെല്ലാം വിട്ടേ വരികയുള്ളൂ. ഹൃദയം കൊണ്ട് മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവിതം വന്നേ പറ്റുള്ളൂ പ്രിയരെ. സ്നാപകൻ കാണിച്ചു തരുന്നത് അതാണ്. എന്തെല്ലാം ഉണ്ടെങ്കിലും
ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുക. ക്രിസ്തുവിന് വേണ്ടി ഞാൻ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ വന്നവനാണെങ്കിൽ എനിക്ക് എൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. മരുഭൂമിയിൽ ജീവിതം കഴിച്ച സ്നാപകനെക്കുറിച്ച് ഓർപ്പിക്കുമ്പോൾ നമ്മൾ എന്നാ ചിന്തിക്കേണ്ടത്? നമുക്ക് മരുഭൂമിയിലൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോഴും അതിനോട് ഡിറ്റാച്ച്ഡ് ആയേ പറ്റുള്ളൂ. ഞാൻ ആരാണ്? ദൈവത്തിൻ്റെ വേലക്കാരനാണ്, സ്നാപകൻ തന്നെയല്ല. ഞാൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ടവനാണ്, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടവനാണ്. ക്രിസ്തു ആരാണെന്ന് സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കേണ്ടവനാണ്. കോപിക്കുന്നവനായ ഞാൻ മറ്റുള്ളവനെ എങ്ങനെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും? കോപിക്കുന്ന ഞാൻ എന്നിൽ ആത്മാവുണ്ടെന്ന് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും? എൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് ജീവജലം കൊടുക്കാൻ എനിക്ക് പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും ചിന്തിക്കണം. സാക്ഷി ജീവിതമില്ലാത്ത ഒരാൾക്ക് ദൈവവേല ചെയ്യാൻ പറ്റില്ല, ദൈവം അംഗീകരിക്കത്തുമില്ല, ദൈവത്തിൻ്റെ ആത്മാവ് കാണുകയുമില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ സ്നാപകൻ എന്തായിരുന്നു? ലളിത ജീവിതം നയിച്ചു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ വിളി എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നു. അങ്ങനെ സാഹചര്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നവനായിരുന്നില്ല സ്നാപകൻ. ഉറച്ചു നിന്നു. എന്നെ അയച്ചത് ആരാണ്? എൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ വിളി എന്താണ്? എൻ്റെ കാഴ്ചപ്പാട് എന്താണ്? കൃത്യമായിട്ട് പാറ പോലെ ഉറച്ചു നിന്നു. 2, പുള്ളി മുഖം നോക്കാതെ സത്യം വിളിച്ചു പറഞ്ഞു. ഹെരോദാവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, നീ സഹോദരൻ്റെ ഭാര്യ വെച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ നല്ലതല്ലെന്ന് പറഞ്ഞു. കഴുത്തിൽ നിന്ന് തല പോകുമെന്നറിയാം, പക്ഷെ ഒരു കൂസലുമില്ല. സത്യം വിളിച്ചു പറഞ്ഞു, മുഖം നോക്കാതെ വിളിച്ചു പറഞ്ഞു. ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഇന്ന്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. സത്യം സത്യമാണ് പ്രിയപ്പെട്ടവരെ, അത് മാറ്റാൻ പറ്റില്ല. എൻ്റെ നാവ് കൊണ്ടല്ലാതെ ദൈവം വേറെ ആരുടെ നാവ് കൊണ്ടത് പറയും? അനുഭവിക്കുന്നവരെ കൊണ്ടല്ലാതെ ദൈവത്തിന് എങ്ങനെ ഈ സത്യം പറയാൻ പറ്റും? എല്ലാവരും പേടിച്ചിരുന്നാൽ എങ്ങനെ ജനം സത്യം അറിയും? പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സ്നാപകനറിയാം, എനിക്ക് വലിയ സൂക്ഷികളൊന്നുമില്ല. കർത്താവിനെ കാണിച്ചു കൊടുത്താൽ കർത്താവിൻ്റെ വേല വരുമ്പോൾ എനിക്കവിടെ പ്രസക്തി ഒന്നുമില്ല. കർത്താവ് വേല തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കവിടെ വലിയ റോളൊന്നുമില്ല. ഒരു ചുരുങ്ങിയ കാലയളവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അവിടെ സത്യം സത്യമായിട്ട് വിളിച്ചു പറഞ്ഞു. നീ ചെയ്യുന്ന തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. പൗഷത്തിനെ നോക്കിയില്ല. ആത്മീയരിങ്ങനെയാണ്. നാളെക്കുറിച്ച് ചിന്തിക്കത്തില്ല, സാഹചര്യത്തെക്കുറിച്ച് നോക്കുകയില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. കർത്താവിൻ്റെ വഴിയൊരുക്കാൻ വന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ജനത്തെ മാനസാന്തരപ്പെടാൻ വേണ്ടി പറഞ്ഞു. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. കോടാലി വെച്ചിട്ടുണ്ട്, നല്ല ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയുമെന്ന് പറഞ്ഞു. അവിടെ ലോഹ്യങ്ങളൊന്നുമില്ല. ഇന്നെല്ലാവരും ലോഹ്യല്ലേ പറയണത്. ആരും പോകരുത്, ആരും വിട്ടുപോകരുത്, ആരും ഇടറിപ്പോകരുത്. സ്നാപകന് അങ്ങനെ വല്ലതും പറഞ്ഞു? എൻ്റെ പ്രിയരെ, ഇടറിപ്പോകുന്നവൻ ഇടറിപ്പോവുക തന്നെ ചെയ്യും. ആത്മാവിനെ കരുതുന്നവൻ ഇടറിപ്പോവില്ല. അവൻ്റെ ആത്മാവാണ് വിഷയം, അവന് ദൈവമായിട്ടുള്ള ബന്ധമാണ് വിഷയം. ദൈവത്തോടാണ് എൻ്റെ കടപ്പാട്. ദൈവസ്നേഹം കണ്ടവൻ ഇടറാൻ സാധിക്കില്ല. ആ സ്നാപകൻ വ്യക്തമായി ധൈര്യമുള്ളവനായി തീർന്നു. അവൻ കാറ്റിനാൽ ഉലയുന്ന ഓടയായിരുന്നില്ല. ഈ സ്നാപകൻ്റെ മൂന്നാമത്തെ കാര്യം എന്ന് ചോദിച്ചാൽ, ജനത്തെ കാണിച്ചു കൊടുത്തു. പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുത്തു. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കും. ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ക്രിസ്തു മരിച്ചിട്ടില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളവനായിട്ട് പരിശുദ്ധാത്മാവൻ ആ നാവിൽ കൂടെ പറഞ്ഞു കൊടുത്തു, ഇതാണ് ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇവനിൽ കൂടെയാണ് രക്ഷ. ഇവൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെയാണ് രക്ഷ. ഇവൻ ക്രൂശിൽ മരിക്കുമ്പോൾ മാത്രമാണ്, ആ രക്തത്താലാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ ജീവിക്കാനിരിക്കുന്ന മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം കിട്ടുന്നത്. ദൈവത്തിൻ്റെ കുഞ്ഞാട്, സ്വർഗം വിട്ടിറങ്ങി വന്ന കുഞ്ഞാട്, എനിക്കും നിങ്ങൾക്ക് വേണ്ടി മരിക്കാനുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, കാറ്റിനാൽ ഉലയുന്ന ഓടയൊന്നും ആയിരുന്നില്ല. തൻ്റെ ഇടത്തോടെ നിന്നു. അടിസ്ഥാനം ക്രിസ്തുവിലായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് ഫ്രീ ആയിട്ട് ഇടപെട്ട് തൻ്റെ വേല നിർവഹിക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് സാധിക്കുമോ? ദൈവാത്മാവ് ഓരോരുത്തരെയും വിളിക്കുകയാണ്. ധൈര്യമുള്ളവനായി, തൻ്റെ ഇടമുള്ളവനായി, ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നതായി നമ്മുടെ ജീവിതകാലം ചെലവഴിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ.